വെൽക്കം ഡിയേഴ്സ്. സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എയർ ഡ്രൈ ക്ലേ ആണ്. അതും വിത്ത് കുക്കിംഗ് ആണ് കേട്ടോ, വിത്തൗട്ട് കുക്കിംഗ് അല്ല. സോ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുക്കിങ്ങിന് യൂസ് ചെയ്യാത്ത ഒരു പാൻ എടുക്കുക. കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നതൊന്നും എടുക്കരുത്, കാരണം കെമിക്കൽസ് ആണല്ലോ മിക്സ് ചെയ്യുന്നത്. അപ്പം ഞാൻ 1 കപ്പ് ഒരു 1 ടേബിൾ സ്പൂൺ ഒക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് എത്രയൊക്കെയാണെന്ന്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ക്രാഫ്റ്റ് ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്കോൾ വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ 1 കപ്പ് ഓഫ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഏകദേശം ഒരു 1/4 to 1 കപ്പിനിടയ്ക്ക് നിൽക്കുന്ന രീതിയിലുള്ള ഗ്ലൂ എടുത്തിട്ടുണ്ട്. എന്തായാലും അത് താഴാൻ പാടില്ല. 1 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പിൽ മുകളിൽ ആ ഒരു ഇതിൽ നിൽക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിതിനെ വാട്ടർ ഒന്നും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. റേഷ്യോസ് ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഇതുപോലെ മിക്സാക്കി ഇപ്പോൾ ലൂസായിട്ട് ആ ഒരു രീതിയിൽ വരും. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓഫ് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഒഴിക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗർ കൂടെ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ സ്റ്റൗ ഓൺ ആക്കി അതിൽ ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ കൈ എടുക്കാണ്ട് നല്ല രീതിയിൽ ഇളക്കണം. കൈയൊക്കെ വേദനയ്ക്കാവുന്ന സാരാക്കണ്ട. നമ്മൾ നല്ല ഇതായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരും. ഏകദേശം ഒരു 3 to 6 ആ ഒരു മിനിറ്റിനുള്ളിൽ സംഭവം സെറ്റായിട്ട് കിട്ടും. എനിക്ക് 5 മിനിറ്റ്സ് ആയപ്പോഴത്തേക്ക് ഏകദേശം ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇത് കറക്റ്റ് ആയോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈയുടെ പാമിൻ്റെ ഏരിയയിൽ ജസ്റ്റ് ഇതൊന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് നിങ്ങൾ എന്താ പറയുക, കുറച്ച് കോൺഫ്ലവറോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും ടേബിളിൽ വെള്ളം തൂത്തിട്ട് നന്നായിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ ചപ്പാത്തിക്ക് കുഴക്കില്ല ആ ഒരു രീതിയിലാക്കി എടുക്കുക. അപ്പം നല്ല ചൂടോടല്ല, എല്ലാം ചൂടോട് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ കയ്യിൽ ലോഷനോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ വല്ല ആക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു കവറിലാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 24 hours കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇത് പിറ്റേ ദിവസമായിട്ടുണ്ട്. ഏകദേശം ഒരു 24 hours കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഈ സാധനം തുറക്കുന്നത് കറക്റ്റ് ആയില്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് നോക്കിയപ്പോൾ നല്ലതായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ എന്തായാലും ഒരു ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ബാക്കി അതേപോലെ തന്നെ ആ കവറിലാക്കിയിട്ട് എയർടെൽ കണ്ടെയ്നറിലാക്കിയിട്ട് വീണ്ടും മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഒരു സ്ട്രോബെറി ഉണ്ടാക്കുകയാണ്. അതാകുമ്പോൾ കുറച്ച് ഇലയും ഒക്കെ ഇങ്ങനെ മണ്ടയിൽ എക്സ്ട്രാ ഇങ്ങനെ വെച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് അറിയണമല്ലോ. സോ ഞാൻ അങ്ങനെ ഒരു സ്ട്രോബെറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടി ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിനെ മണ്ടേ വെക്കാൻ വേണ്ടിയിട്ടുള്ള ലീഫ് ഇതുപോലെ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഷേപ്പൊന്നും കാര്യമാക്കേണ്ട, ജസ്റ്റ് ട്രൈ ചെയ്യുകയാണ്. സോ എന്നിട്ട് ഞാൻ ഇതുപോലെ മണ്ടയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഏകദേശം ഒരു 1.5 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കളറൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുമല്ലോ, നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണത് വർക്കിംഗ് ആണോ അല്ലേ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ കളറൊന്നും ചെയ്തില്ല. സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.